I knew that he is so good in the CG. He has this conviction. ஏன்னா creature கூட ஃபைட் பண்றது வந்து இட்ஸ் நாட் லைக் நார்மல் ஃபைட். ஸோ இதே படம் வந்து ஒரு creature ஃபிலிம் வந்து வேற யாராவது என்கிட்ட கதை சொல்லியிருந்தா கண்டிப்பா நான் பண்ணியிருக்க மாட்டேன். Predator விட பயங்கரமா இருக்கு. It was a very torturous experience in many ways. Whenever you do a film in the jungle, you know already ahead of time what you're going to get into. You get into a lot of heat, humidity, very tough terrain. ആർമി ഓപ്പറേഷൻസിന്റെ ഭാഗമായി കൊടുങ്കാടിനുള്ളിലേക്ക് പോകേണ്ടി വന്ന ഓഫീസർമാരെ ഒരു വിചിത്ര ജന്തു വേട്ടയാടി കൊന്നു കളയുന്നു. എന്നാൽ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രം അവസാന നിമിഷം വരെ ആ ജന്തുവിനോട് പൊരുതി അതിനെ കീഴ്പ്പെടുത്തുന്നു. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരിക ഹോളിവുഡ് ചലച്ചിത്രമായ അർണോൾഡിന്റെ പ്രെഡേറ്റർ എന്ന സിനിമയെ കുറിച്ചായിരിക്കും. ഒരുപക്ഷെ നമ്മളിൽ പലരും ആദ്യമായി കണ്ട ഹോളിവുഡ് ചിത്രവും ഇത് തന്നെയായിരിക്കും. പടം റിലീസായി 30 കൊല്ലത്തിലേറെയെങ്കിലും എല്ലാവരും സീൻ ബൈ സീൻ ഇന്നും ഓർത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ അതേ കഥ അങ്ങനെ തന്നെ അടിച്ചു മാറ്റി 2022 പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. அந்த அளவுக்கு ஒரு கிளாரிட்டியான ஒரு டைரக்டருக்கு மட்டும்தான் வி கேன் பிரிங் அவுட் த குவாலிட்டி. இப்போ நீங்கள் பார்க்குற அந்த சிஜி ஒர்க், அந்த க்ரீச்சர் வந்து அந்த குவாலிட்டியில் வரதுக்கு காரணமே வந்து இஸ் எஃபர்ட் தான். ഒരു സിനിമേനെ റിവ്യൂവേഴ്സ്, റോസ്റ്റേഴ്സ് എന്നിങ്ങനെ പലരും കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഈ സിനിമേനെ കളിയാക്കിയത് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ பயங்கரம் பில்டப் பண்ணி சூப்பரா வந்துருக்கு பண்ணாரு. பிரெடேட்டரை விட பயங்கரமா இருக்கு. நான் கேட்டேன், பிரெடேட்டரே திருப்பி எடுத்து வச்சிருக்கலாமே, என்னமோ பண்ணி அந்த ஏலியன் பாவம் பாக்கிறதுக்கே பாவமா. ഇതുവരെ പ്രെഡേറ്റർ കണ്ടിട്ടില്ലാത്ത പാവം പ്രൊഡ്യൂസർ ആരാന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതും ആര്യ തന്നെയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൂട്ടം ആർമി ഓഫീസർമാരെ വലിയൊരു ഗാർഡിനകത്തേക്ക് കയറിപ്പോകും. അല്പസമയത്തിന് ശേഷം അവരെല്ലാം അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ കഥാനായകനായ ആര്യ എതിരാളിയെ എങ്ങനെയൊക്കെയാണ് ഒരു സൈനികൻ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. The first stage of battle. എതിരിയെ അടയാളം കാണുന്നത്. The second stage of battle. പറഞ്ഞ പോയിന്റ്സ് എല്ലാം കറക്റ്റ് തന്നെ. പക്ഷെ ഇതൊക്കെ ഞങ്ങളോട് പറയാതെ കൂടെയുള്ള ഓഫീസർമാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും ഗണ്ണെടുത്തോണ്ട് തേരാപ്പാര ഓടുന്നതല്ലാതെ ഒരുത്തം പോലും കൃത്യമായി വെടിവെക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. പ്രെഡേറ്ററിലെ പോലെ തന്നെ ഈ ഹീറോയ്ക്കും ഒരു ഗ്യാങ് ഉണ്ട്. 1987 പുറത്തിറങ്ങിയ പടമാണെങ്കിലും അതിലെ ഗൺ ഫയറിംഗ് സീൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. അതും മെഷീൻ ഗണ്ണെടുത്ത് പാതി കാട് തന്നെ പപ്പടം ചുടുന്ന പോലെ ചുട്ട് കളയുന്ന സീനൊക്കെ. പ്രെഡേറ്ററിലെ ഓരോ കഥാപാത്രങ്ങൾ മരിക്കുമ്പോഴും കാണുന്ന ഓരോരുത്തർക്കും ആ കഥാപാത്രത്തോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന രീതിയിലാണ് ആ പടം എടുത്തു വെച്ചിട്ടുണ്ടാവുക. അതേസമയം ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഗൺ ഫൈറ്റ് സീനും ഒരു വൈക്കും കൊള്ളില്ല. എമോഷണൽ സീനാണെങ്കിലും പറയത്തക്ക രീതിയിലൊന്നുമില്ല. ഹോളിവുഡ് സിനിമയായിട്ടാണോ ഇന്ത്യൻ സിനിമയെ കമ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ 1987 പുറത്തിറങ്ങിയ സിനിമയുടെ കഥ അടിച്ചു മാറ്റാൻ തയ്യാറായവർ എന്തുകൊണ്ട് ആ സിനിമയുടെ ബാക്കി കാര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്താൻ തയ്യാറായില്ല? ഇവർക്കൊക്കെ ഇത്ര മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. We have a fairly backward audience here, I must say, in spite of the film society movement and all that. If you consider the large audience, it's a backward audience, unsophisticated audience, exposed to the commercial Hindi cinema more than anything else. ആദ്യം പോയ സൈനികരുടെ മരണകാരണം കണ്ടുപിടിക്കാനായി ആര്യയും കൂട്ടരും സെക്ടർ 42 പോകുന്നു. അവിടെ വെച്ച് ഇവൻ ആര്യനും കൊല്ലാൻ ശ്രമിക്കുന്നു. ഒപ്പം അവനും സ്വയം വെടിവെച്ച് ചാകുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഗുണ്ടാമിടുത്തം കാണിച്ചു കൂട്ടുമെന്ന് ഇവനെ കണ്ടപ്പോഴേ തോന്നിയതാണ്. ഇയാൾ ഇവിടുത്തെ വളർന്നു വരുന്ന ചീറ്റിംഗ് സ്റ്റാർ ആണെന്ന് തോന്നുന്നു. ഒരു വർഷത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആര്യയോട് വീണ്ടും സെക്ടർ 42 തന്നെ മടങ്ങിച്ചെല്ലാൻ സിമ്രാന്റെ ടീം ആവശ്യപ്പെടുന്നു. അവിടെ എത്തുമ്പോഴാണ് തന്റെ കൂട്ടുകാരന്റെ മരണത്തിന് കാരണം ഒരു വിചിത്ര ജന്തുവാണെന്നും അതിനെ പിടികൂടി ഇവിടെ എത്തിക്കലാണ് നിങ്ങളുടെ ഓപ്പറേഷൻ എന്നും കാണിച്ചു തരുന്നത്. അങ്ങനെ ആ കാടിനുള്ളിൽ വെച്ചാണ് നമ്മളെല്ലാം ഏറെ ആവേശത്തോടെ കാത്തിരുന്ന പ്രെഡേറ്ററിന്റെ കോപ്പിയായ മിനോട്ടോർ വരുന്നത്. അതിനെ കാണാനാണെങ്കിൽ നിർത്തിപ്പൊരു ചാട് പോലെ ഉണ്ട്. പ്രെഡേറ്റർ വന്നു പോകുന്ന ഓരോ തവണയും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. പക്ഷെ ഈ സാധനത്തിന് ഏത് ആംഗിളിൽ കണ്ടാലും ഉണങ്ങിപ്പോയ ആടായിട്ട് മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. ഹോളിവുഡ്
ബോളിവുഡിലെ മികച്ച VFXോടുകൂടി പുറത്തിറങ്ങിയ ചില സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ എന്തിരൻ, 24 എന്നിങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. ചിത്രീകരണത്തിന് ശേഷം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന ദൃശ്യങ്ങളെയാണ് VFX എന്ന് പറയുക. അങ്ങനെ നോക്കുമ്പോൾ 87-ൽ പുറത്തിറങ്ങിയ പ്രഡേറ്റർ CGI ഉപയോഗിച്ച് നിർമ്മിച്ചതല്ല, മറിച്ച് കെവിൻ പീറ്റർ ഹാൾ എന്ന വ്യക്തിയാണ് അതിന് പിന്നിലെ കാരണം. അതുപോലെ തന്നെ CGIയുടെ സഹായം കൂടാതെ വന്ന തമിഴ് സിനിമയിലെ മറ്റൊരു ശ്രമമായിരുന്നു അമ്പുലി 2012. അതിലെ കോസ്റ്റ്യൂം അത്രയ്ക്ക് മെച്ചമൊന്നുമില്ലെങ്കിലും ഈ പൊരിച്ച ആടിന്റെ ലുക്കിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണെന്ന് തോന്നിപ്പോകും. അതേസമയം ഈ ജന്തുവിനെ ഇവർ CGI ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. പൂർണ്ണമായും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മാത്രം സൃഷ്ടിച്ചെടുക്കുന്ന വസ്തുക്കളെയാണ് CGI എന്ന് പറയുന്നത്. എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ സാധനം കംപ്ലീറ്റ് പരാജയം എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ പൊരിച്ച ആടിന്റെ ലുക്കിലുള്ള ഈ സാധനത്തെ എങ്ങാനും പിടിച്ച് മെയിൻ വില്ലനാക്കി കഴിഞ്ഞാൽ പ്രഡേറ്ററിന്റെ കഥ അങ്ങനെ തന്നെ കോപ്പി അടിച്ചു എന്ന് പറയുന്നു വിചാരിച്ചാന്ന് തോന്നുന്നു. പെട്ടെന്ന് അവിടെ എങ്ങും ഇല്ലാത്തൊരു കോർപ്പറേറ്റ് കമ്പനിനെ പിടിച്ച് വില്ലനാക്കി വിടും. അതായത് ആ കാടിന് നടുക്കൊരു ഫാക്ടറി ഉണ്ടെന്നും ആ ഫാക്ടറിയിലെ വേസ്റ്റ് ഒഴുക്കി വിടുന്ന തടാകത്തിൽ ഈ മിനോട്ടോഴ്സിന്റെ റാണി ഉണ്ടെന്നും ആ റാണിക്ക് കുറെ മുട്ടകളുണ്ടെന്നും അതിനെ സംരക്ഷിക്കാനാണ് ഈ മിനോട്ടോഴ്സ് അവിടെ വരുന്ന എല്ലാവരെയും കൊന്നുകളയുന്നതെന്നും പുതിയൊരു കഥ അങ്ങ് പടച്ചുവിടും. ഇത് പ്രഡേറ്ററിന്റെ കഥയല്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ജന്തു ആണെങ്കിൽ കൂടിയും ടെക്കും ഗാഡ്ജറ്റ്സും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആശാൻ പുലിയായിരുന്നു. ആളുകളെ കൊല്ലുന്ന കാര്യം പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. ആര് വന്നാലും നാലെ വെട്ടിക്കേറി പള്ളക്കളയും. അർണോൾഡ് പോലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതായിട്ടാണ് അവസാനം കാണിച്ചിരിക്കുന്നത്. അതേസമയം മിനോട്ടോഴ്സിനെ പോലെ ഒരു അഹിംസാവാദിയായ ജന്തുവിനെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം ഈ ജന്തുവിന്റെ അധികപക്ഷ പവർ എന്താണെന്ന് വെച്ചാൽ ആരെയില്ല അതിനെ തല്ലാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അത്രേ ഉള്ളൂ. ആ തുപ്പലം മേത്ത് വീണാൽ യാതൊരു പ്രശ്നമില്ല. അതായത് ആസിഡ് വീണ പോലെ പൊള്ളത്തൊന്നുമില്ല. കൂടിപ്പോയ കുറച്ചു നേരം ബോധം കെട്ട് കിടക്കും. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം. മിനോട്ടോഴ്സിന്റെ ക്യൂൻ എന്നറിയപ്പെടുന്ന ഈ സാധനമായിട്ടാണ് ക്ലൈമാക്സ് ഫൈറ്റ്. ഇതെന്താ സാധനമെന്ന് കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. എന്നിട്ട് ഈ നീരാളെയാണ് അത്ര ക്യൂൻ പോലും. ഹോളിവുഡ് പടങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ പടങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ എനിക്കും നല്ല ബോധ്യമുണ്ട്. കാരണം അവര് സാധാരണ പടങ്ങൾക്ക് തന്നെ 500-600 കോടിയൊക്കെ ഞങ്ങൾ ചുമ്മാ ചെലവാക്കും. അതേസമയം ഹോളിവുഡ് സിനിമകളുടെ കഥ അങ്ങനെ തന്നെ അടിച്ചു മാറ്റിയിട്ട് അതിനോട് യാതൊരു നീതിയും പുലർത്താതെ വെറും തേർഡ് പാർട്ടി സിനിമ എന്നോളം എടുത്തു വയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? அடிக்குவோமா? அடிக்கலாமா? அது யார் போடா சுண்ணு.